ഞാൻ യോഗാചാര്യ രജികുമാർ PK. ഇന്ന് നിങ്ങൾക്കായിട്ട് യോഗവിദ്യ പരിചയപ്പെടുത്തുന്നത് കപാലഭാതിയാണ്. കപാലഭാതി ക്രിയയാണ്, പ്രാണായാമത്തിന് മുൻപായി ചെയ്യുന്ന ഒരു ക്രിയയാണ്. ക്രിയ എന്നാൽ ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളുന്ന പ്രക്രിയയ്ക്കാണ് ക്രിയ എന്ന് പറയുന്നത്. കപാലം എന്ന് പറയുന്നത് തലയോടാണ്. ഭാതി എന്നാൽ തിളക്കം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ശുചീകരിക്കുക എന്നുള്ള അർത്ഥം വരുന്ന സംസ്കൃത വാക്കാണ്. കപാലഭാതി ക്രിയ ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിലെ പ്രത്യേകിച്ച് ശ്വാസനാളത്തിലെ മാലിന്യങ്ങളെ ഇല്ലാതാക്കുന്നു. വാതം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങൾ സമതുലിതാവസ്ഥയിൽ ശരീരത്തിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകുക. ഇവയിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വ്യത്യാസം സംഭവിക്കുമ്പോൾ, ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുമ്പോഴാണ് ശരീരത്തിൽ രോഗം ഉണ്ടാകുന്നത്. വാതപിത്ത കഫ ത്രിദോഷങ്ങളെ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുവരാൻ കപാലഭാതി ക്രിയ സഹായിക്കും. ശ്വാസനാളത്തിലെയും മറ്റ് ശരീരഭാഗങ്ങളിലെയും കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വാഭാവികമായിട്ട് പുറന്തള്ളി ഓക്സിജന്റെ അളവ് ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് കപാലഭാതി സാഹചര്യം ഒരുക്കും. കപാലഭാതി ശ്വാസം എടുക്കലിലല്ല, ശ്വാസം ശക്തിയായിട്ട് പുറത്തേക്ക് തള്ളുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത്. കപാലഭാതി 60 മുതൽ 120 വരെ പ്രാവശ്യം ശ്വാസത്തെ പുറന്തള്ളി ചെയ്യാവുന്നതാണ്. ഈ പ്രക്രിയ നിത്യവും ചെയ്യുന്നത് ആസ്മ രോഗം മൂലം കഷ്ടത അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വളരെ സഹായമാണ്. ശ്വാസസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവര് കപാലഭാതി നിത്യവും ചെയ്യുക. പ്രാണായാമത്തിന് മുമ്പ് കപാലഭാതി നിത്യവും ചെയ്യുന്നത് ശരീരത്തിന് അലസത ഒഴിവാക്കി ഉണർവും ഉന്മേഷവും ലഭിക്കുന്നതിന് സഹായിക്കും. കപാലഭാതി ശ്വാസം എടുക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടതില്ല. ശ്വാസത്തെ ഉദരം അകത്തേക്ക് വലിച്ച് അമർത്തിക്കൊണ്ട് ശ്വാസത്തെ മൂക്കിൽ കൂടി പുറന്തള്ളുകയാണ് ചെയ്യേണ്ടത്. വായ അടച്ചു പിടിക്കുക, മൂക്കിൽ കൂടി ശ്വാസത്തെ പുറന്തള്ളുക. ഇങ്ങനെയാണ്, ഇപ്രകാരമാണ് കപാലഭാതി ചെയ്യുന്നത്. നമുക്ക് കപാലഭാതി പ്രക്രിയയിലേക്ക് കിടക്കാം. ദീർഘശ്വാസം എടുത്തുവിടുക. മനസ്സിനെ ശാന്തമാക്കിയതിനു ശേഷം ശ്വാസത്തെ പുറന്തള്ളിക്കൊണ്ടിരിക്കുക. ഉദരത്തിന് ഇപ്രകാരം അകത്തേക്ക് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ശ്വാസത്തെ മൂക്കിൽ കൂടി പുറന്തള്ളുക. ശ്വാസം നമുക്ക് നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് തവണകൾ ചെയ്യാം. 60 പ്രാവശ്യം ഒരു ബ്രീത്തിങ്ങിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് അത് മുറിച്ച് നമുക്ക് ആ എണ്ണത്തിൽ എത്തിക്കാം. കപാലഭാതി ഉദരം ഉള്ളിലേക്ക് അമർത്തിക്കൊണ്ട് ആണ് ചെയ്യേണ്ടത്. ഉദരത്തെ ഉള്ളിലേക്ക് അമർത്തുക, ശ്വാസം പുറത്തേക്ക് തള്ളുക. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ ശ്വാസം സാവകാശം കുറച്ച്, വേഗത കുറച്ച് ചെയ്യാവുന്നതാണ്. ഇപ്രകാരം വേഗത കുറച്ച് ചെയ്യാം. ലങ്സിന് നമുക്ക് നല്ല കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വേഗത കൂട്ടി വേണമെങ്കിലും ചെയ്യാം. നമ്മൾ കപാലഭാതി ചെയ്യുമ്പം ശരീരം വല്ലാതെ ഇളകുക, തല കുനിക്കുക, ഇങ്ങനെയൊന്നും ചെയ്യാതെ നട്ടെല്ല് നിവർത്തി നേരെ ഇരുന്ന് ചെയ്യാൻ ശ്രമിക്കുക. നിരവധി ഗുണങ്ങളുള്ള കപാലഭാതി നിത്യവും പരിശീലിക്കുക. കപാലഭാതിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ വീഡിയോയുടെ താഴെയായിട്ട് കൊടുക്കുന്ന ലിങ്ക് വായിച്ചു മനസ്സിലാക്കുക. എല്ലാവർക്കും കപാലഭാതിയുടെ ഗുണങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.